പിണറായിക്ക് CPMന്റെ രക്ഷാകവചം. പക്ഷേ വീണ വിജയന് രക്ഷയില്ല. കാര്യത്തിലേക്ക് കിടക്കാം. ഒരു വശത്ത് കേസ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മൈക്കിലൂടെ വലിയ ഡയലോഗുകൾ, മറുവശത്ത് ആ കേസ് അന്വേഷിക്കാൻ വരുന്ന ED ഉദ്യോഗസ്ഥരെ നടു റോട്ടിലിട്ട് തല്ലിയവരെ സംരക്ഷിക്കുക. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പൊതിഞ്ഞു പിടിക്കുന്ന CPMന്റെ പുതിയ ഡിഫൻസ് സ്ട്രാറ്റജി പുറത്തു വന്നിരിക്കുകയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വകയാണ് പ്രതിരോധം. മാസപ്പടി വെറും 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ്, അതിന്റെ പേരിൽ പിണറായി വിജയനെ ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന്. മകൾ വീണ വിജയന്റെ കേസിന്റെ തീപ്പരി ഒരു കാരണവശാലും പിണറായിലേക്ക് എത്തരുത് എന്ന നയത്തിലേക്ക് CPM പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. പ്രതിരോധിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന്റെ മദ്യനയത്തെ ആക്രമിക്കുക എന്ന നിലപാടിലാണ് CPM നേതൃത്വം. മദ്യമുതലാളിമാർക്ക് പണമുണ്ടാക്കാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്നും ഇതെല്ലാം മറച്ചുവെക്കാനാണ് മാസപ്പടി ഇപ്പോൾ കുത്തിപ്പൊക്കുന്നത് എന്നുമാണ് പാർട്ടിയുടെ വാദം. പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരൊറ്റ സംശയമേ ഉള്ളൂ. കേസ് നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെങ്കിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ എന്തിനാണ് തല്ലി ഓടിച്ചത്? പോരാത്തതിന് കേസിലെ പ്രതികളെ പാർട്ടി ഓഫീസിൽ സംരക്ഷിക്കുകയും അതിൽ ചിലക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്ത CPM നടപടി വലിയ വിവാദമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ CPM നേതാവ് പാളയം സന്തോഷിന് വിദേശത്തേക്ക് കടക്കാൻ പാർട്ടി നേതാക്കൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിയെന്ന വാർത്തകളും പുറത്തുവരുന്നു. പാർട്ടി ഓഫീസ് വഴിയുള്ള രക്ഷപ്പെടൽ പോരാഞ്ഞിട്ട് ഇപ്പോൾ കോടതിയിലും പ്രതികൾക്ക് VIP പരിഗണനയാണ് ലഭിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ EDക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രോസിക്യൂഷൻ ബോധപൂർവം വരുത്തിയ ഗുരുതരമായ വീഴ്ചകളാണെന്ന നിയമരാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ കൊഴുക്കുകയാണ്. കേസ് ദുർബലമാകാൻ കാരണം പ്രോസിക്യൂഷൻ സ്വീകരിച്ച ഇടത് അനുകൂല നിലപാടാണെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ശക്തമാകുന്നത്. കേസ് വാദിക്കുന്ന പ്രോസിക്യൂട്ടർ ഗീന കുമാരിയുടെ ഇടതുപക്ഷ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് നിയമവൃത്തങ്ങൾ ഈ വിമർശനം ഉയർത്തുന്നത്. അതായത് EDയെ തല്ലിയവരെ സംരക്ഷിക്കാൻ പാർട്ടി ഓഫീസ് ഉപയോഗിക്കുക മാത്രമല്ല, കോടതിയിൽ അവർക്ക് വേണ്ടി ഇടതനുകൂല നിലപാടെടുക്കാൻ പ്രോസിക്യൂട്ടറെ തന്നെ ആയുധമാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. ചുരുക്കത്തിൽ CPM പറയുന്നത് ഇതാണ്: നിയമം അതിന്റെ വഴിക്ക് പോട്ടെ, പക്ഷേ ആ വഴിക്കുള്ള ട്രാഫിക് AKG സെന്ററിൽ നിന്നും നിയന്ത്രിക്കും. കേന്ദ്ര ഏജൻസികളെ റോഡിലിട്ട് തല്ലുക, പ്രതികളെ സുരക്ഷിതമായി വിദേശത്തേക്ക് കടത്തുക, കോടതിയിൽ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കുക, എന്നിട്ട് മൈക്കിന് മുന്നിൽ ആദർശം പറയുക. പിണറായിക്ക് ചുറ്റും പാർട്ടി തീർക്കുന്ന ഈ പുതിയ രക്ഷാകവചം എത്രത്തോളം അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.